ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ എത്രത്തോളം സ്പീഡാക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡാക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ വിൻഡോസ് R പ്രസ് ചെയ്യുക. എന്നിട്ട് ആ വിൻഡോസ് R വരുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ശതമാനത്തിൻ്റെ സിമ്പൽ, പെർസെൻറ്റേജിൻ്റെ സിമ്പൽ എടുത്ത് ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിലെ എല്ലാ ഫയൽസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. ഈ റൺ കമാൻഡിൽ വരുന്ന കുറച്ച് കമാൻഡുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റാണ് ഈ ടെമ്പ്. അപ്പോൾ ഈ കാണുന്ന ഫയലുകളെല്ലാം നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, ഡിലീറ്റ് ആവാത്ത ഫയലുകൾ സ്കിപ്പ് കൊടുത്ത് വിട്ടാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തതായിട്ട് വീണ്ടും വിൻഡോസ് R പ്രസ് ചെയ്യുക. അവിടെ നമ്മൾ നേരത്തെ പെർസെൻറ്റേജ് കൊടുത്തെങ്കിൽ ഇപ്പോൾ പെർസെൻറ്റേജ് ഇല്ലാതെ ടൈപ്പ് ചെയ്യുക, ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, TEMP. എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂ കൊടുത്ത് അവിടെ ഇതേപോലെ കുറച്ച് ഫയൽസ് കാണും. ആ ഫയൽസ് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ടെമ്പററി ഫയൽസ് മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ലാത്ത കുറച്ച് ഫയൽസ് നമുക്ക് ഡിലീറ്റ് ആകും. അപ്പോൾ അത്രത്തോളം റാം മെമ്മറി നമുക്ക് അവൈലബിൾ ആയിട്ടിട്ടും കമ്പ്യൂട്ടർ കുറച്ചുകൂടെ സ്പീഡാവും. വീണ്ടും വിൻഡോസ് R പ്രസ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്യുക പ്രീഫെഡ്ജ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോഴും ഇതേപോലെ കുറച്ച് ഫയൽസ് വരും. അതും നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒരു പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വിൻഡോസ് R പ്രസ് ചെയ്യുക. അതിനുശേഷം അവിടെ ക്ലീൻ MGR എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്ത് ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പററി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലുള്ള മെമ്മറീസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ലോഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്ത് വിട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ മെമ്മറീസ് എല്ലാം ക്ലീൻ ആയിക്കോളും. ഓക്കെ, അതിനുശേഷം ഇനി പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ മെയിൻ ക്യാഷെ ഫയൽസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ ക്യാഷെ ഫയൽസ് എവിടെയാണ് ഓപ്പൺ ആകുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം ക്യാഷെ ഫയൽസാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഈ ക്യാഷെ ഫയൽസ് മെമ്മറിയിൽ ക്യാഷെ ഫയൽസ് നോക്കുമ്പോൾ ഇതിലൊരു 2.4 GB ക്യാഷെ ഫയൽസ് ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഓൾറെഡി ഞാൻ റാം മാപ്പ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റാം മാപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കയറി കാണുക. ഈ റാം മാപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ റാം മാപ്പ് 64 എന്ന് പറയുന്ന ഒരെണ്ണം റൺ കൊടുക്കുക. റൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. അത് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയൊരു ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റാം മാപ്പ് ലോഡായി വരുന്ന ടൈമിൽ അതിൽ MT എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫയൽ കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ആ MT സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ 2 GB ഉണ്ടായിരുന്ന ക്യാഷെ ഫയൽസ് ഇപ്പോൾ 400 MB കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ നേരത്തെ ഉപയോഗിച്ചെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.